വെൽക്കം ടു ആർക്കേസ് സ്റ്റോറീസ്. ഒരു പേയിങ് ഗസ്റ്റ് പ്രണയം ഭാഗം 9. ബാക്കി കൂടി അറിയാൻ തന്റെ നേരെ നോക്കിയ വേദികയെ നോക്കി ചിരിച്ചിട്ട് ഇത് തുടർന്നു. കമ്പനിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് കേസൊന്നും ആയില്ല. പക്ഷെ ഞാൻ പിന്നീട് അവിടെ നിന്നില്ല. എല്ലാം മതിയാക്കി തിരികെ നാട്ടിലേക്ക് പോന്നു. മുറിക്കുള്ളിൽ അടച്ചുപൂട്ടിയിരുന്ന എന്റെ വിഷമം കണ്ട് സഹിക്കാനാവാതെ അമ്മയും അച്ഛനും ഒക്കെ വിഷമിച്ചപ്പോൾ അമ്മു അവളുടെ ദുഃഖമുള്ളിൽ ഒതുക്കി എനിക്കൊപ്പം നിന്നു. അമ്മുവിന്റെയും ശ്രീകുമാറിന്റെയും നിർബന്ധം മൂലമാ ഞാൻ ഈ ജോലിയിൽ കയറിയത്. ആ പെണ്ണ് പിന്നെ തിരികെ നാട്ടിലേക്ക് വന്നില്ലേ? ദേവികയുടെ ചോദ്യത്തിൽ ചിന്നുവിനോടുള്ള ദേഷ്യം നിറഞ്ഞിരുന്നു. അവള് പിന്നീട് വീട്ടിലേക്ക് വിളിക്കുകയോ വരികയോ ഒന്നും ചെയ്തിട്ടില്ല. ആ സംഭവത്തോടെ തറവാട്ടിലെ എല്ലാവരും അവളെ വെറുത്തു. അമ്മാവൻ തളർന്നു വീണു. മുത്തച്ഛന്റെ ചികിത്സ കൊണ്ടാ പിന്നെ അമ്മാവന്റെ ആരോഗ്യം തിരിച്ചു കിട്ടിയത്. പക്ഷേ മുത്തച്ഛൻ ഒരിക്കൽ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അവൾക്ക് നമ്മളറിയാത്ത എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന്, അല്ലാതെ അവൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലെന്ന്. എന്ത് പ്രശ്നം? അവൾക്ക് തിന്നിട്ടേ എല്ലിൻ്റെ കയറി സൂക്കേടായിരിക്കും. കട്ടിലിരുന്ന് ഷെറിൻ ദേഷ്യത്തോടെ മുറുമുറുത്തു. വേദ, ഞാനിപ്പോ ഇത് നിങ്ങളോട് പറഞ്ഞത് എൻ്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാ. ഇന്ന് മോളെ മനസ്സിൽ നിന്ന് ഇറക്കിവിടാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ആ സ്ഥാനത്ത് മറ്റൊരു പെണ്ണിനെ കുറിച്ച് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടുമില്ല. അതുകൊണ്ടാ ഞാൻ നിന്റെ ചോദ്യങ്ങളിൽ നിന്നുമൊക്കെ അകന്നു മാറിയത്. കണ്ണൊന്ന് തുടച്ചിട്ട് ഷെറിൻ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് നടന്നു. യദുവിന്റെ കൈകളിൽ പിടിച്ച് താഴെ ഇരിക്കുകയായിരുന്ന വേദികയുടെ കവിളിലൊന്ന് നുള്ളിയിട്ട് അവൾ യദുവിന്റെ മുടിയിൽ കൂടി വിരലുകൾ ഓടിച്ചുകൊണ്ട് പറഞ്ഞു, യദു, അമ്മ മാത്രമല്ല ഞങ്ങളുണ്ടാകും നിന്റെ കൂടെ നല്ല സുഹൃത്തുക്കളായിട്ട്. അവളെ കുറിച്ച് ഓർത്ത് ഇനി നീ വിഷമിക്കരുത്. നിന്നെ കിട്ടാനുള്ള യോഗ്യത അവൾക്കില്ലടാ. നിങ്ങൾ എഴുന്നേറ്റ്, മതി ഇനി കാര്യം പറഞ്ഞത്. ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം, വേഗം വാ, നാളെ രാവിലെ പോകാനുള്ളതല്ലേ. അതും പറഞ്ഞിട്ട് ഭക്ഷണം എടുത്തു വെക്കാനായി ഷെറിൻ അടുക്കളയിലേക്ക് പോയി. എന്താടാ വേദ ഇങ്ങനെ നോക്കുന്നേ? നിലത്ത് അവന്റെ കാൽച്ചുവട്ടിലിരുന്ന് മുഖമുയർത്തി കണ്ണിമയ്ക്കാതെ അവനെ നോക്കിയ വേദികയോട് അവൻ ചോദിച്ചു. ഒന്നുമില്ല. ചുമൽ കൂച്ചിക്കൊണ്ട് അവൾ പറഞ്ഞു, വേദ, ഇനി എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നീയായിരിക്കും. അത്രേ എനിക്കിപ്പോ പറയാൻ പറ്റൂ. ഇനി അങ്ങനെ പറ്റിയില്ലെങ്കിലും നീ എന്നും എന്റെ നല്ല സുഹൃത്തായിരിക്കും. അവൻ പറഞ്ഞത് കേട്ടുകൊണ്ട് താഴെ നിന്നും എഴുന്നേറ്റ വേദിക ഇരു കൈകളാലും അവന്റെ മുഖം കോരിയെടുത്ത് അവന്റെ നെറ്റിയിൽ തന്റെ തുടുത്ത ചുണ്ടുകൾ അമർത്തി. നെറ്റിയിലെ നനവിന്റെ കുളിർമയിൽ അവൻ തരിച്ചിരിക്കെ അവനെ നോക്കി ഒന്ന് കണ്ണിറുക്കിയിട്ട് അവൾ പുറത്തേക്ക് നടന്നു. ആ അലവലാതിയെ നിന്റെ ഉള്ളിൽ നിന്നും അടിച്ചിറക്കി അവിടെ അല്പം പുണ്യാഹം തെളിച്ച ശേഷം ഞാൻ അവിടെ കയറി ഇരിക്കൂടെ എതിക്കുട്ടാ. ഇല്ലേ നീ എന്നെ ദേ ഇങ്ങനെ 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 വിളിച്ചോട്ടോ. പിറുപിറുത്ത് കൈയും ഞൊടിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് കയറി വന്ന വേദികയെ ഷെറിൻ പുരികം ചൊളിച്ച് നോക്കി നിന്നു. പിറ്റേ ദിവസം വെളുപ്പിന് 5 മണിക്ക് തന്നെ അവർ റൂമിൽ നിന്നും ഇറങ്ങി. തലേ ദിവസം ഉണ്ടായ സംസാരങ്ങളെല്ലാം മറന്നതുപോലെയായിരുന്നു അവർ 3 പേരും പെരുമാറിയത്. ശ്രീകുമാർ വെളുപ്പിന് തന്നെ എത്തിയിരുന്നു. R80 പവറിനും വേഗതയ്ക്കും ഒപ്പം പിടിച്ചു നിൽക്കാൻ ബുള്ളറ്റ് വളരെ കഷ്ടപ്പെട്ടു. ഷെറിൻ അനായാസം ആ വണ്ടി കൈകാര്യം ചെയ്യുന്നത് കണ്ട് ഇത് ശരിക്കും അത്ഭുതപ്പെട്ടുപോയി. ഡിസംബറിന്റെ തണുപ്പ് ജാക്കറ്റിനെ കടന്ന് ശരീരത്തിലേക്ക് തുളച്ചു കയറുന്നുണ്ടായിരുന്നു. വെളുപ്പിന് ആയതുകൊണ്ട് വലിയ തിരക്കില്ലാതെ ഹൈവേയിൽ കൂടി ആ ബൈക്കുകൾ വെടിച്ചില്ലുകൾ പോലെ പാഞ്ഞു. ഷെറിന്റെ പുറകിൽ അവളെ കെട്ടിപ്പിടിച്ച് അവളുടെ തോളിൽ തല ചായ്ച്ച് തൊട്ടടുത്ത് ബുള്ളറ്റ് ഓടിക്കുന്ന യദുവിനെ തന്നെ നോക്കുകയായിരുന്നു വേദിക. അവന്റെ പുറകിലെ ഇപ്പൊ ശ്രീകുമാറിന്റെ ഒരു താനായിരുന്നെങ്കിൽ. ഈ തണുപ്പിൽ ഇങ്ങനെ അവന്റെ ആ കരുത്തുറ്റ ശരീരത്തിലെ കൈകളും ചുറ്റി ഇതുപോലെ കഴുത്തിനടിയിൽ തലയും ചായച്ചിരിക്കാൻ എന്ത് രസമായിരുന്നെന്നെ. ചിന്തകൾ അവളുടെ ചുണ്ടിൽ വിരിയിച്ച നനുത്ത പുഞ്ചിരി ഇടയ്ക്ക് തിരിഞ്ഞു നോക്കിയ ശ്രീകുമാർ കണ്ടു. എന്താ പ്രശ്നമെന്ന് അവൻ കൈ ഉയർത്തി അവളുടെ ആംഗ്യത്തിലൂടെ ചോദിച്ചു. അവൾ തന്റെ കൈ ചൂണ്ടി മുന്നിലിരിക്കുന്ന യദു തന്റെ ആണെന്നും നീ അവന്റെ പുറകിൽ നിന്നും എഴുന്നേറ്റ് മാറിപ്പോട എന്നും പറയുന്ന മട്ടിൽ തിരിച്ചും ആംഗ്യത്തിലൂടെ അവന് മറുപടി കൊടുത്തു. കാര്യം മനസ്സിലായതുപോലെ ചിരിച്ചുകൊണ്ട് തല കുലുക്കിയ ശേഷം ശ്രീകുമാർ ഒരു കാൽ പൊക്കി ബുള്ളറ്റിൽ നിന്നും എഴുന്നേറ്റ് മാറാൻ പോകും പോലെ കാണിച്ചു. ബുള്ളറ്റ് ഒന്ന് പാളിയത് കണ്ട് പതുക്കെ തല ചരിച്ച് പുറകോട്ട് നോക്കിയ യദു പട്ടി മുള്ളാൻ നിൽക്കുന്ന പോലെ ഒരു കാലുമുയർത്തി ബുള്ളറ്റിന് പുറകിൽ നിൽക്കുന്ന ശ്രീകുമാറിനെ കണ്ട് ഒച്ചയെടുത്തു. നീ ഇതെന്തോന്നാടാ ബുള്ളറ്റിൽ നിന്ന് ചാടാൻ പോവാണോ മനുഷ്യന് പണിയുണ്ടാക്കാനായിട്ട്? ഏയ്, ഞാനേ ശരിക്കൊന്ന് ഇരുന്നതാ. അതും പറഞ്ഞ് അവൻ വേദികയെ നോക്കി കണ്ണുരുട്ടി. അവളാകട്ടെ ഒന്നും അറിയാത്തതുപോലെ ഷെറിന്റെ തോളിലേക്ക് മുഖം പൂഴ്ത്തി ചിരിച്ചു.
2 മണിക്കൂർ കൊണ്ട് അവർ ഹരിപ്പാടെത്തി. അവിടെ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വീണ്ടും യാത്ര തുടർന്നു. നേരം വെളുത്തതുകൊണ്ട് വഴിയിൽ ട്രാഫിക് കൂടിയതിനാൽ പിന്നീട് അങ്ങോട്ടുള്ള യാത്ര അല്പം പതുക്കെയായിരുന്നു. എങ്കിലും ഏകദേശം 12 മണിയോടെ അവർ ഐശ്വര്യ സരോവർ റിസോർട്ടിലേക്കുള്ള ബോട്ട് സർവീസിന്റെ കടവിൽ എത്തിച്ചേർന്നു. റിസോർട്ടിന്റെ വക ബോട്ടിൽ വേണം അങ്ങോട്ട് പോകുവാൻ. റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഒരു ഐലൻഡിലാണ്. ഒരു വശത്ത് കായലും മറുവശത്ത് കടലും, അതിനിടയിൽ റിസോർട്ടുമായി ഒരു അടിപൊളി സെറ്റപ്പ്. റിസോർട്ടിന്റെ മുന്നിലുള്ള വിശാലമായ സ്ഥലത്ത് നിറയെ തെങ്ങുകൾ, അതിൽ വലിച്ചു കെട്ടിയിരിക്കുന്ന ഹാങ്ങിങ് നെറ്റ് ബെഡുകൾ. മുന്നിൽ തന്നെയുള്ള സ്വിമ്മിംഗ് പൂളിൽ നീന്തി തുടിക്കുന്ന പെൺപിള്ളേരെ കണ്ട് അവിടെ വായും പൊളിച്ചു നിന്ന ശ്രീകുമാറിനെ പിടിച്ചു വലിച്ചാണ് ഇത് റിസപ്ഷനിലേക്ക് കയറ്റിയത്. അടുത്തടുത്തുള്ള 2 കോട്ടേജുകളായിരുന്നു അവർക്ക് കിട്ടിയത്. മനോഹരമായ പൂന്തോട്ടത്തിലേക്ക് തുറക്കുന്ന കോട്ടേജുകൾ. റൂമിൽ കയറിയ ഉടനെ തന്നെ ഡ്രസ് എല്ലാം അഴിച്ചു മാറ്റി ഒരു ഷോർട്സ് മാത്രം ഇട്ട് പുറത്തേക്ക് ഓടാൻ തുടങ്ങിയ ശ്രീകുമാറിനെ ഇത് പിടിച്ചു നിർത്തി. എടാ നീ ഇതെങ്ങോട്ടാ വാലിന് തീ പിടിച്ച പോലെ? നീ കയ്യിന്ന് വിട്ടെ, ഞാൻ ആ പൂളിലെ ഒന്ന് പോയിട്ട് വരാം. യാത്ര ചെയ്തു വന്നതിന്റെ ക്ഷീണം അങ്ങോട്ടോട് മാറട്ടേന്നേ. അതിന് നിനക്ക് നീന്താൻ അറിയാമോ? പൂളിന്റെ കരയിൽ വെള്ളത്തിലേക്ക് കാലിട്ടിരിക്കാൻ എന്തിനാ മോനെ നീന്താൻ അറിയുന്നേ? മാത്രമല്ല ഇറങ്ങിയാൽ തന്നെ താഴ്ചയില്ലാത്ത ഭാഗത്ത് ഇറങ്ങിയാ പോരെ. ഞാൻ ദാ പോയി ദേ വന്നു. എടാ ശബി, ഭക്ഷണം കഴിച്ചിട്ട് പോകണോ കോപ്പേ? യദുവിന്റെ കൈ വിടിവിച്ച് പൂളിലേക്ക് ഓടാൻ തുടങ്ങിയ ശ്രീകുമാറിനോട് യദു പുറകിൽ നിന്നും വിളിച്ചു പറഞ്ഞു. പോടേ പോടേ, എനിക്കുള്ള ഭക്ഷണമൊക്കെ പൂളിലുണ്ട് മോനെ. ഓടുന്നതിനിടയിൽ ശ്രീ വിളിച്ചു പറഞ്ഞു. ഡ്രസ്സ് മാറിയ ശേഷം യദു ഒരു 3/4 ബനിയനും ഇട്ട് പുറത്തേക്കിറങ്ങി. കുറച്ചു നേരം ആ പൂന്തോട്ടത്തിൽ നടന്നു കഴിഞ്ഞപ്പോഴേക്കും ഷെറിനും വേദികയും ഡ്രസ്സുകൾ ചേഞ്ച് ചെയ്ത് റൂമിൽ നിന്നും ഇറങ്ങി വന്നു. വേദിക ഒരു വെള്ള സ്കേർട്ടും പിങ്ക് ബനിയനുമാണ് ഇട്ടിരിക്കുന്നത്. അവൾ മുടി അഴിച്ച് ഒരു വശത്തുകൂടെ മുന്നിലേക്ക് ഇട്ടിരിക്കുന്നു. ഷെറിൻ സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ഒരു ബ്ലാക്ക് സ്കേർട്ടും ബ്ലൂ ബനിയനുമാണ് ഇട്ടിരിക്കുന്നത്. എന്താ നമ്മുടെ അടുത്ത പരിപാടി? അവന്റെ അടുത്തേക്ക് എത്തിയതും ഷെറിൻ ചോദിച്ചു. ആദ്യം നമുക്ക് ഭക്ഷണം കഴിക്കാം, ഇപ്പൊ ബൊഫെ ടൈമാ. അത് കഴിഞ്ഞ വേണേൽ അവിടെ മുൻപിൽ പോയി അല്പനേരം കാറ്റുകൊണ്ടിരിക്കാം, ഇല്ല പൂളിലിറങ്ങാം. അയ്യേ, പൂളിൽ ഞാനില്ല. സ്വിമ്മിംഗ് ഡ്രസ് ഇടണ്ടേ? മുഖം ചുളിച്ചുകൊണ്ട് വേദിക ചോദിച്ചു. എടി, സ്വിമ്മിംഗ് ഡ്രസ് എന്ന് പറഞ്ഞാൽ 2 പീസ് അല്ല. നീ കണ്ടില്ലേ അവിടെ പെൺപിള്ളേരിട്ട് നീന്തുന്നേ? ഷെറിൻ പറഞ്ഞു. എന്നാലും ഞാനില്ല. ഇടി പൊട്ടി, ചുമ്മാ അതൊക്കെ ഇട്ട് നീ അവനൊന്ന് കാണിച്ചു കൊടുക്ക്. അവൻ കണ്ട് കൊതിക്കട്ടെടി. വേദികയ്ക്ക് കേൾക്കാൻ പാകത്തിൽ ഷെറിൻ പതുക്കെ പറഞ്ഞു. എന്നതാ രണ്ടും കൂടി കുണുകുണാന്ന് പറയുന്നേ? അല്പം മുന്നിൽ നടക്കുകയായിരുന്ന യദു തിരിഞ്ഞു നിന്ന് ചോദിച്ചു. ഏയ്, ഒന്നുമില്ല. അവൾക്ക് പൂളിൽ ഇറങ്ങാനുള്ള ഒരു പ്രചോദനം കൊടുത്തതാ. നമ്മുടെ ശ്രീകുമാർ എന്തേ? ആ, അവനും അല്പം പ്രചോദനം കിട്ടാനായിട്ട് ഒരു സ്ഥലം വരെ പോയേക്കുവാ. നടപ്പു തുടർന്നുകൊണ്ട് യദു മറുപടി കൊടുത്തു. പൂളിലായിരിക്കും. മനസ്സിലായില്ലേ? പിന്നെ ഇങ്ങോട്ട് വരും വഴി അതിന്റെ മുന്നിൽ കോഴി മുട്ടയിടാൻ നിൽക്കും പോലെ നിന്ന് പരുങ്ങുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇന്നവൻ പൂളിൽ നിന്നും കയറില്ലെന്ന്. ഷെറിൻ പറഞ്ഞത് കേട്ട് കൂടെ നടന്നിരുന്ന വേദിക വാ പൊത്തി ചിരിച്ചു. ആ, അവൻ കുടിച്ചിട്ടൊക്കെ സാവധാനം വരട്ടെ. നിങ്ങൾ വാ, നമുക്ക് പോയി ഭക്ഷണം കഴിക്കാം. യദു അവരെയും കൂട്ടി റെസ്റ്റോറന്റിലേക്ക് നടന്നു. അവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നെങ്കിലും ബൊഫെ ആയിരുന്നത് കൊണ്ട് പ്രശ്നമില്ലായിരുന്നു. നല്ല അടിപൊളി ഭക്ഷണം തന്നെയാണ് അവർ ഒരുക്കിയിരുന്നത്. കപ്പയും മീൻകറിയും മുതൽ സ്പഗട്ടിയും പലതരത്തിലുള്ള സ്റ്റീക്കുകളും വരെ. സമൃദ്ധമായ ആ ഭക്ഷണത്തിന് ശേഷം പൂളിലിറങ്ങാമെന്ന് തന്നെ അവർ തീരുമാനിച്ചു. റൂമിൽ തിരികെ ചെന്ന യദു ഡ്രസ്സ് മാറി ഒരു സ്വിമ്മിംഗ് ഷോർട്സ് ഇട്ട് ബാത്ത് ടവലും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. അല്പം കഴിഞ്ഞ് ഷെറിനും വേദികയും അവരുടെ കോട്ടേജിൽ നിന്നും ഇറങ്ങി വന്നു. ഷെറിൻ ഡ്രസ്സ് മാറി ഒരു സ്വിമ്മിംഗ് ഡ്രസ് ഇട്ടിരുന്നു. അരയിൽ ഒരു ബാത്ത് ടവലും അവൾ ചുറ്റിയിരുന്നു. വേദിക പക്ഷേ ഡ്രസ്സ് മാറിയിരുന്നില്ല. ഷർട്ട് ഇടാതെ നിൽക്കുന്ന യദുവിന്റെ രോമാവൃതമായ കരുത്തുറ്റ ദേഹം കണ്ട് വേദികയ്ക്ക് അവന്റെ നേരെ നോക്കാൻ ഒരു കൊച്ചു ചമ്മൽ. നീയപ്പോ പൂളിൽ ഇറങ്ങുന്നില്ലേ? സ്വിമ്മിംഗ് പൂളിലേക്ക് നടക്കുന്നതിനിടയിൽ യദു വേദികയോട് ചോദിച്ചു. ഏയ് ഇല്ല, എനിക്ക് വയ്യ ഡ്രസ് ഇടാൻ. അപ്പോ നിനക്കെന്നെ കൊതിപ്പിക്കണ്ടേ? മുന്നിൽ നടക്കുന്ന ഷെറിൻ കേൾക്കാതെ വേദികയോട് അല്പം അടുത്ത് നടന്ന് അവളുടെ ചെവിക്കരികിലേക്ക് മുഖം ചേർത്തിട്ട് അവൻ ചോദിച്ചു. ചമ്മലോടെ ഞെട്ടിക്കൊണ്ട് അവൾ മുഖമുയർത്തി. അല്ല, നിന്റെ കൂട്ടുകാരി പറഞ്ഞതുപോലെ ആ ഡ്രസ്സൊക്കെ ഇട്ട് കാണിക്കാനുള്ളതൊക്കെ എന്നെ കാണിച്ച് നിനക്കെന്നെ കൊതിപ്പിക്കണ്ടേ? അയ്യേ, വൃത്തികെട്ടവൻ. അവള് പറഞ്ഞത് കേട്ടല്ലേ? അവൾ അവന്റെ കയ്യിലൊന്ന് നുള്ളി. എനിക്കെന്തോ ആവശ്യമില്ലാത്തത് കേൾക്കാൻ കേൾവി അല്പം കൂടുതലാ. അവനൊന്ന് ഇളിച്ചു കാണിച്ചു. ഇവളുടെ ഒരു കാര്യം എടി. വേദിക പിന്തിരിഞ്ഞ് ഷെറിന്റെ അടുത്തേക്ക് ഓടി. യദു നോക്കി നിൽക്കെ വേദ അവളുടെ ചെവിയിൽ എന്തോ പറഞ്ഞു. ഷെറിൻ അത് കേട്ട് തിരിഞ്ഞ് യദുവിനെ നോക്കി ചിരിച്ചു.
അപ്പോഴേക്കും അവർ പൂളിന്റെ അടുത്തേക്ക് എത്തിയിരുന്നു. അവിടെ കുറച്ച് പെൺകുട്ടികൾക്കൊപ്പം വെള്ളത്തിൽ നിന്ന് പന്ത് തട്ടി കളിക്കുന്ന ശ്രീകുമാറിനെയാണ് അവർ കണ്ടത്. ആശാനിടയ്ക്ക് അടുത്തു നിൽക്കുന്ന പെൺപിള്ളേരെ നോക്കി നരേന്ദ്രപ്രസാദിനെ പോലെ രണ്ട് കൈയിലെയും വിരലുകൾ ചുരുട്ടുകയും നിവർത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് കണ്ടിട്ട് ബോള് പിടിക്കാനാണോ അതോ പൂളി നിൽക്കുന്ന പെൺപിള്ളേരെ പിടിക്കാനാണോ അവൻ നോട്ടമിടുന്നത് എന്ന് ആലോചിച്ചുകൊണ്ട് യദു പൂളിലേക്ക് ഇറങ്ങി. ശബ്ദമുണ്ടാക്കാതെ വെള്ളത്തിൽ കൂടി നീങ്ങിയ യദു ശ്രീകുമാറിന്റെ പുറകിൽ ചെന്ന് അവന്റെ അരയിൽ വട്ടം പിടിച്ച് മുകളിലേക്ക് ഉയർത്തി. അയ്യോ ചേട്ടാ, എന്നൊന്നും ചെയ്യല്ലേ, ഞാൻ മുകളെന്നെ വിട്ടേക്ക്. അയ്യോ പൊട്ടാ. യദുവിന്റെ ശബ്ദം കേട്ട് ശ്രീ ഞെട്ടിത്തിരിഞ്ഞു. ഓ, നീയായിരുന്നു പാണ്ടാരക്കാലൻ, മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞു. നെഞ്ചിൽ കൈ വെച്ച് കിതച്ചുകൊണ്ട് ശ്രീ പറഞ്ഞു. നീ ഇവിടെ എന്തായിരുന്നു പരിപാടി? അത് പിന്നെ ഞാൻ ഈ പിള്ളേരുടെ കൂടെ ഇങ്ങനെ ബോള് പിടിച്ചുള്ള കളി. അവനൊന്ന് ഇളിച്ചു. ഉവ്വ, ഇപ്പൊ വേറെ ആരെങ്കിലും കണ്ടിരുന്നേ നിന്റെ ബോളിന്റെ പണിക്കുറ്റം തീർന്നേനെ. അപ്പോഴേക്കും ഷെറിനും വെള്ളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. അവൾ അവന്റെ അടുത്ത് വന്ന് എന്തുവാടെ ഈ കാണിക്കുന്നതെന്ന് കൈ ആഗ്യത്തിലൂടെ ചോദിച്ചു. ചുമ്മാ ഒന്ന് ഇളിച്ച് തല ചൊറിഞ്ഞു നിന്നു ശ്രീ. അവരെ വിട്ട് അവൾ ആഴമുള്ള ഭാഗത്തേക്ക് നീങ്ങി നീന്താൻ തുടങ്ങി. ഡേ പൂച്ചക്കണ്ണി, വാ, ഇറങ്ങുന്നില്ലേ? പൂളിന്റെ സൈഡിൽ വേദിക ഇരിക്കുന്ന ബെഞ്ചിന്റെ അടുത്ത് ചെന്ന് കൈകൾ പൂളിന്റെ വക്കിൽ വെച്ച് നിന്നുകൊണ്ട് ഏതോ അവളോട് ചോദിച്ചു. ഞാനില്ല. അവൾ വിലങ്ങനെ തലയാട്ടി. അങ്ങനെ പറയല്ലേ, നീ ആ സ്വിമ്മിംഗ് ഡ്രസ് ഒക്കെ ഇട്ട് ഇങ്ങോട്ടൊന്ന് ഇറങ്ങ്, ഞാനൊന്ന് കാണിട്ടടി. ഓടാ. എന്നാ വേണ്ട, ഞാൻ ഇവിടെയുള്ള ഏതെങ്കിലും പെണ്ണെ നോക്കാം. ഒരു കുസൃതി ചിരിയോടെ അവൻ കണ്ണിറുക്കി. വേണ്ട. അവൾ മുഖം കൂർപ്പിച്ചു പിടിച്ചു. അതിന് മറുപടി പറയാതെ അവൻ അവളെ നോക്കിക്കൊണ്ട് ബാക്ക് സ്ട്രോക്കായി നീന്തി ആഴമുള്ള ഭാഗത്തേക്ക് പോയി. അല്പനേരം അവൻ നീന്തി പോകുന്നത് നോക്കി നിന്ന അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് റൂമിൽ പോയി. ഷെറിൻ അവൾക്ക് വേണ്ടി വാങ്ങിയിരുന്ന സ്വിമ്മിംഗ് ഡ്രസ് എടുത്തുകൊണ്ട് വന്ന് പൂളിനടുത്തുള്ള ചേഞ്ചിങ് റൂമിൽ കയറി ആ സ്വിമ്മിംഗ് ഡ്രസ്സും ഇട്ടുകൊണ്ടാണ് അവൾ പുറത്തേക്ക് വന്നത്. മുട്ടിന് മുകളിൽ നിൽക്കുന്ന ഷോർട്സ് വിത്ത് ഫ്രോക്ക് ടൈപ്പ് ഡ്രസ്സ് ആയിരുന്നു അത്. അവൾ വേഗം തന്നെ പൂളിലേക്ക് ഇറങ്ങി. അവൾ പോകുന്നതും തിരിച്ചു വന്ന് ഡ്രസ്സിംഗ് റൂമിൽ കയറുന്നതും ഏത് ദൂരെ നിന്നും കാണുന്നുണ്ടായിരുന്നു. അവൾ ആ സ്വിമ്മിംഗ് ഡ്രസ്സും ഇട്ട് പൂളിലേക്ക് ഇറങ്ങുന്നത് കണ്ട് ഒന്ന് ചിരിച്ചിട്ട് അവൻ വേഗം തന്നെ അവളുടെ അടുത്തേക്ക് നീന്തി. ഇഷ്ടമില്ലാതെ എന്തിനാ നീ ഇതിട്ടത്? അരക്കൊപ്പം വെള്ളത്തിൽ നിന്നിരുന്ന വേദികയുടെ അടുത്തേക്ക് ചെന്നിട്ട് അവൻ ചോദിച്ചു. നീയല്ലേ പറഞ്ഞത് ഇതിടാൻ? അവൾ മുഖം വീർപ്പിച്ചു പിടിച്ചു. ഇവളെ കൊണ്ട് ഞാൻ തോറ്റു. അപ്പൊ ഞാൻ തുണിയില്ലാണ്ട് വരാൻ പറഞ്ഞ നീ വരുമോ? വരും. എന്തേ, നിനക്ക് കാണണോ? അവളുടെ മുഖത്ത് കുസൃതിയുടെ ഓളം മിന്നി. അല്പനേരം ഒന്നും പറയാതെ അവളുടെ മുഖത്തേക്ക് നോക്കി നിന്ന ശേഷം അവൻ പറഞ്ഞു. അതെ, നീ പൂളിൽ നിന്ന് കയറിക്കേ. വേണ്ട, കുറച്ച് കഴിയട്ടെ. നല്ല രസം വെള്ളത്തിൽ ഇങ്ങനെ നിൽക്കാൻ. ഒരു കൊച്ചുകുട്ടിയെ പോലെ കൈകൾ കൊണ്ട് വെള്ളം തെറിപ്പിച്ചുകൊണ്ട് അവൾ പറയുന്നത് കേട്ട് അവൻ ചിരിച്ചു. അപ്പോഴേക്കും ഷെറിനും നീന്തി അവരുടെ അടുത്തേക്ക് വന്നു. അല്ല, ഇതാരേ? മാര്യമ്പള്ളിയിലെ മീനാക്ഷി അല്ലേ നീ എന്താ മോളെ സ്വിമ്മിംഗ് പൂളിൽ? അവളുടെ മേലേക്ക് വെള്ളം തെറിപ്പിച്ചുകൊണ്ട് ഷെറിൻ കളിയാക്കി. നിന്റെ മുമ്പേനൊന്ന് കെട്ടിക്കാനാ മോളെ? വേദികയും വാശിയോടെ അവളെ തിരികെ വെള്ളം തെറിപ്പിച്ചു. പറഞ്ഞു കഴിഞ്ഞാണ് ഏതോ അടുത്തു നിൽക്കുന്ന കാര്യം അവൾ ഓർത്തത്. നാക്ക് കടിച്ച് അവന് നേരെ അവളൊരു കള്ള നോട്ടമെറിഞ്ഞു. ഇപ്പോ പറഞ്ഞത് താനല്ല എന്ന മട്ടിൽ വെള്ളം തെറിപ്പിച്ച് കളിക്കുന്ന വേദികയെ നോക്കി ഒന്ന് ചിരിച്ചതിന് ശേഷം അവൻ വീണ്ടും നീന്തുവാനായി പോയി. ശ്രീകുമാർ അപ്പോഴും ബോൾ പിടിച്ച് കളിക്കുന്നതിൽ വ്യാപൃതനായിരുന്നു. വൈകുന്നേരം അവർ റിസോർട്ടിന്റെ ബോട്ടിൽ കായലിനപ്പുറമുള്ള കടൽ തീരത്തേക്കെത്തി. സൂര്യന്റെ യാത്ര പറച്ചിലിന്റെ വേദനയിൽ ആകാശം കലങ്ങി ചുവന്നിരുന്നു. വേദികയും ശ്രീകുമാറും പാദങ്ങളെ തഴുകുന്ന തിരകൾക്കൊപ്പം കളിക്കുകയായിരുന്നു. എന്താ ഇത്ര ആലോചന? കൈകൾ പിണച്ചു കെട്ടി ആകാശച്ചുവപ്പിലേക്ക് മിഴി നട്ടുനിന്ന ഷെറിന്റെ അടുത്തേക്ക് ചെന്ന് യദു ചോദിച്ചു. തല ചരിച്ചുകൊണ്ടവൾ അവനെ നോക്കി ഒന്ന് ചിരിച്ചു. ഞാൻ ഈ തിരകളുടെ കരച്ചിൽ കേൾക്കുകയായിരുന്നു. എവിടെയോ ജനിച്ച് എങ്ങോട്ടെന്നറിയാതെ ഒഴുകി ഒടുവിൽ ഏതോ തീരത്ത് അവസാനിക്കുന്ന യാത്ര. ഇഷ്ടപ്പെടുന്ന തീരത്ത് അണയുമോ എന്ന് പോലും അറിയാതെ ഒഴുകുന്ന ഈ തിരകള് നമ്മളൊക്കെ തന്നെയല്ലേ യദു? മറുപടി പറയാതെ യദു ഇരച്ചു കയറി വരുന്ന തിരകളിലേക്കും നോക്കി നിന്നു. പാദങ്ങളിലേക്ക് ഓടിയെത്തി തഴുകിയ തിരകളുടെ തണുപ്പ് കണ്ണടച്ചു നിന്ന് ആസ്വദിക്കുന്ന ഷെറിനെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് അവൻ അല്പം കൂടി കടലിലേക്ക് ഇറങ്ങി നിന്നു. ന്യൂ ഇയർ പ്രമാണിച്ച് രാത്രി ഹോട്ടലിൽ DJ പാർട്ടി ഉണ്ടായിരുന്നെങ്കിലും അവർ റിസോർട്ടിന് മുന്നിലുള്ള സ്ഥലത്ത് കൂടാം എന്നാണ് തീരുമാനിച്ചത്. പക്ഷെ സമയമായപ്പോൾ ശ്രീകുമാറിന് DJ പാർട്ടിയിൽ പോയി ഡാൻസ് കളിക്കണമെന്നും പറഞ്ഞ് അവൻ മുങ്ങി.
രാത്രി യദു പാട്ട് പാടണമെന്ന് നേരത്തെ തന്നെ ഷെറിനും വേദികയും പറഞ്ഞിരുന്നത് കൊണ്ട് ഗിറ്റാറുമായി യദു ചെല്ലുമ്പോൾ പുറത്ത് അറേഞ്ച് ചെയ്തിരുന്ന ക്യാമ്പ് ഫയറിനടുത്ത് വേറെ 2 കപ്പിൾസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഷെറിനെയും വേദികയെയും പ്രതീക്ഷിച്ച് അവൻ അവിടെ തെങ്ങിൽ കെട്ടിയിരുന്ന ഹാങ്ങിങ് നെറ്റിലേക്ക് കിടന്നു. ഇത് കൂട്ടാ ചക്കരെ എന്റെ മനസ്സിളക്കി മറിയിച്ചിട്ട് പൊന്നൂന് ഇവിടെ കിടന്ന് കാറ്റുകൊണ്ട് സുഖിക്കുക. വേദികയുടെ ചോദ്യം കേട്ട് യദു ചാടി എഴുന്നേറ്റു. മുടി അഴിച്ചിട്ട് ഒരു ലൂസായ ഫുൾ സ്ലീവ് ബനിയനും കോട്ടൺ പാന്റും ഇട്ട് കൈകൾ എളിയിൽ കുത്തി തല ചരിച്ച് അവനെ നോക്കി വല്ലാത്തൊരു ചിരിയും ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന വേദിക. ക്യാമ്പ് ഫയറിനടുത്ത് ഇരിക്കുകയായിരുന്ന ആ കപ്പിൾസ് തല ഉയർത്തി ഇതെന്താ സംഭവമെന്ന് നോക്കുന്നുണ്ട്. ഏയ് വേദ, നീ എന്താ ഈ പറയുന്നേ? വാ ഇവിടെ ഒന്നിരിക്കേ. യദു എഴുന്നേറ്റ് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് താഴേക്ക് ഇരുത്താൻ ശ്രമിച്ചു. ഷെറിൻ അപ്പോഴേക്കും ഓടിക്കിതച്ച് അവിടേക്കെത്തി. വേദികയുടെ ആ നിൽപ്പും യദുവിന്റെ പകച്ചുള്ള നോട്ടവും കണ്ട് അവൾ അവരുടെ അടുത്തേക്ക് ചെന്നു. ഡാ, അവള് ഞാൻ വാഷ്റൂമിൽ പോയ സമയത്ത് അവിടെ വെച്ചിരുന്ന വോഡ്ക എടുത്തു കുടിച്ചു. മറ്റുള്ളവർ കേൾക്കാതെ ഷെറിൻ അല്പം ശബ്ദം താഴ്ത്തി പറഞ്ഞു. ഡീ, എന്താടി എന്റെ ചെക്കന്റെ ചെവി കടിച്ചു പറിക്കുന്നേ? ആരടി അങ്ങോട്ട്? അവനേ എന്റെ ചെക്കനാ, എന്റെ മാത്രം. ഷെറിനെ തള്ളി മാറ്റിക്കൊണ്ട് വേദിക ഒച്ചയെടുത്തു. താഴെ ഇരിക്കുന്നവർ അത് കണ്ട് വാ പൊത്തിച്ചിരിക്കുന്നുണ്ട്. ഈശ്വര, അവളാ കുപ്പി മുഴുവനും വലിച്ചു കയറ്റു ഷെറിൻ. ഏയ്, ആകപ്പാട് 2 അടപ്പിന്റെ അത്രയും അതിനാണ് ഈ കിടന്ന് കാണിക്കുന്നേ. ഈ വേദി നീങ്ങ വന്നേ. ഓടി പുല്ല്, അടപ്പി കുഴിച്ചത് നിന്റെ അപ്പൻ മാത്യൂഷ്. ഞാനേ 2 ലാർച്ച അടിച്ചത്, 2 ലാർച്ച്. കൈവിരലുകൾ ഉയർത്തി 2 എന്ന് കാട്ടിക്കൊണ്ട് വേദിക കോക്രി കാട്ടി. തുടരും. ഒരു പേയിങ് ഗസ്റ്റ് പ്രണയം അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങൾ പറഞ്ഞും കഥയുടെ ലിങ്ക് പരിചയക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് നൽകിയും ലൈക്കുകൾ തന്നും സപ്പോർട്ടുമായി എല്ലാവരും എപ്പോഴും കൂടെ ഉണ്ടാകണേ. താങ്ക് യു. See you soon.